ഹലോ ഗൈസ്, ബാസിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വൈപ്പിലാണ്, വൈപ്പിൻ ജെട്ടിയിലാണ്. ഇവിടുത്തെ ജസ്റ്റ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് വൈപ്പിൻ ജെട്ടി, ആണ് വൈപ്പിൻ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലാണ് മറ്റേ ഫോർട്ട് കൊച്ചിക്കുള്ള ജങ്കാറുള്ളത്. ഇതാണ് മറ്റേ വാട്ടർ മെട്രോൻ്റെ വൈപ്പിനിലെ ഹബ്ബ്. ഇതാണ് ഈ കാണുന്നതാണ്ടോ, വൈപ്പിൽ നിന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ മെട്രോൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടികളൊക്കെ കിടക്കുന്നത് മറ്റേ ജങ്കാറി കയറാനുള്ള വണ്ടികളുണ്ടോ. ടിക്കറ്റ് എടുത്തിങ്ങനെ ക്യൂ അനുസരിച്ച് നിൽക്കണം. ആ കാണുന്നത് വല്ലാർപാടം ടെർമിനലാണ്. അവിടെ ഒരു ഷിപ്പ് ഉണ്ട്, ലോഡ് കൊണ്ടുവന്ന ഷിപ്പാണ്. അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡയറക്റ്റ് അവിടെ നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്യണ പോലെ തന്നെ ഇവിടെ ആളുകൾ കയറാൻ വേണ്ടി ക്യൂ കൊണ്ടുപോകണം ടിക്കറ്റൊക്കെ എടുത്ത്. ഈ സൈഡിലൊക്കെ ബൈക്ക് കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് കേട്ടോ ക്യൂ അനുസരിച്ച് നിൽക്കേണ്ടത്. ആളുകൾ ഈ സൈഡിൽ തന്നെ. ഇവിടെയാണ് ആ ജങ്കാർ വന്നത്. ജങ്കാർ വന്ന ഏരിയ ഇതാ കേട്ടോ. വരുന്നുണ്ടോ ജങ്കാർ. ഇവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസാണ് കാണുന്നത്. വാഹനങ്ങളൊക്കെ കയറ്റി പൈപ്പിലോട്ട് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ഇത് കാണുന്നതാണ് മറ്റേ വല്ലാർപാടം ടെർമിനലിൽ ഒരു ഷിപ്പ് ഉണ്ട്. അവിടെ ഷിപ്പ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നർ ഷിപ്പാണ്. ആ ജങ്കാർ അടുപ്പിക്കണുണ്ട്. മറ്റേ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാഹനങ്ങളോട്ട് വന്നാണ് ജങ്കാറുണ്ടത്. ഇനി ഇവിടെ നിന്ന് വാഹനങ്ങളും കയറ്റി, ഈ കാണുന്ന വാഹനങ്ങളെല്ലാം കയറ്റി നേരെ ഫോർട്ട് കൊച്ചിക്ക് പോയിട്ട് ജങ്കാർ. ഇതാണ് വാട്ടർ മെട്രോൻ്റെ വൈപ്പിൽ ഹബ്ബ്. ഇതാട്ടോ സ്റ്റേഷൻ. ഇതാണ് ജെട്ടി. ആ കാണുന്നത് മറ്റേ വൈപ്പിൻ പാലമാണ്. അതിൻ്റെ അപ്പുറത്താണ് മറ്റേ വൈപ്പിലെ മറ്റേ ഹാർബറും കാര്യങ്ങളൊക്കെ. ഇതാണ് മറ്റേ വല്ലാർപാടം ടെർമിനലിൽ ചരക്കും കൊണ്ടുവന്ന കപ്പലാണ്ടാ. ചരക്ക് ഇറക്കിക്കൊണ്ടിരിക്കണതാണ്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒട്ടുമിക്ക എല്ലാവരും കണ്ടതാണ്. ഇത് കാണാത്തവർക്കായിട്ട് ചെറിയൊരു നല്ലൊരു കാഴ്ചയുണ്ട് ഇത്. ആ കാണുന്നത് അവിടെ ഹൈക്കോർട്ടും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗം. ഇപ്പുറത്ത് മറ്റേ ബേസും കാര്യങ്ങൾ, നേവി ഐലൻഡും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത്. ആ കാണുന്നത് ഫോർട്ട് കൊച്ചി. ജങ്കാറിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങണുണ്ട് കാണുന്നത്. ഇതാണ് വൈപ്പിലെ ജങ്കാർ കേട്ടോ. വാഹനങ്ങൾ പൊട്ടിച്ചു വന്ന വാഹനങ്ങൾ ഇപ്പോൾ പോയിട്ട് ഇനി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നേരെ ഇവിടെ നിന്നുള്ള വൈപ്പിലുള്ള വാഹനങ്ങൾ നേരെ ജങ്കാറിൽ കയറും. ഒരുപാട് മറ്റേ ബോട്ടിങ്ങിൻ്റെ ടൂറിസം കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ടത് കൊച്ചി ഫോർട്ട് കൊച്ചി കായലൊക്കെ. ഒരു ഹൗസ് ബോട്ട് വന്നിട്ട് ചെറിയ അതിലൊക്കെ ടൂറിസ്റ്റാണ്. അപ്പോൾ ഈ കപ്പലിൻ്റെ സൈഡിൽ കൂടിയും കാര്യങ്ങളിലൊക്കെ അത് സഞ്ചരിക്കും. ഡയറക്റ്റ് കപ്പലൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ ഒരുപാട് കപ്പലുണ്ട്. അപ്പുറത്ത് മറ്റേ ഷിപ്പ് യാർഡാണ്. ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ ഇപ്പോൾ ചെങ്കാറി കയറാട്ടാണ്, വൈപ്പിനുള്ള വാഹനങ്ങൾ. കാണുന്നതാണ് വൈപ്പിലെ ബസ് സ്റ്റാൻഡ് കേട്ടോ. ആണ് വൈപ്പിലെ ബസ് സ്റ്റാൻഡ്. ബോട്ടിൽ ജങ്കാറിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി ഇവിടെ ബസ് കയറി വേറെ സ്ഥലത്തോട്ടൊക്കെ പോട്ടെ. അതാണ് വൈപ്പിലെ ബസ് സ്റ്റാൻഡ്. നല്ല അടിപൊളി ഏരിയ കേട്ടോ ഈ വൈപ്പിൻ ജെട്ടി. നല്ല കാഴ്ചകളും മറ്റേ കപ്പലിൻ്റെ കാഴ്ചകളും ഷിപ്പും ബോട്ടും എല്ലാം കൊണ്ട് നല്ല അടിപൊളി കാഴ്ചകളുള്ളൊരു ഏരിയയാണ് വൈപ്പിൻ്റെ ജെട്ടിയോട്ടുള്ള കാഴ്ചകൾ കേട്ടോ. നേരത്തെ കാണിച്ചില്ലേ ആ ജങ്കാർ. അപ്പോൾ ഇവിടെ നിന്ന് വൈപ്പിൽ നിന്ന് ആൾക്കാരെ കയറ്റിയിട്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകണേട്ടാ. ഇവിടെ നിലവിൽ 2 ജങ്കാറാണുള്ളത്. അപ്പോൾ ഈ ജങ്കാർ ഇവിടെ നിന്ന് പോണ്, അവിടെ നിന്നൊരു ജങ്കാർ വന്നിട്ടാ. സൂം ചെയ്ത് കാണിച്ചാൽ ക്ലിയർ ആവുമെന്നറിയില്ല. ആ കാണുന്നതാണ് ജങ്കാറുണ്ടാ. അപ്പോൾ ഒരേ സമയം 2 ജങ്കാറാണ് സർവീസ് നടത്തുന്നത്. ആ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി. അവിടെയാണ് ജങ്കാർ അടുപ്പിക്കുന്നത് കേട്ടോ.
കണ്ട ഗൈസ്, ആ ജങ്കാറാണ്ട പോണത് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോണേ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത്. ആൾക്കാരൊക്കെ ഫുള്ളാണ്, വാഹനങ്ങളും. അതിൻ്റെ ടോപ്പിലാണ് ആ മറ്റേ സ്രാങ്ക് ഇരിക്കുന്നത് കേട്ടോ. രണ്ട് ജങ്കാറുണ്ട, ഒരു ജങ്കാർ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ജങ്കാർ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതൊക്കെ ഈ വൈപ്പിൽ വന്നാൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈപ്പിൽ വന്നാൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. രണ്ട് ജങ്കാറുകൾ ഒരേ സമയം, ഒരു ജങ്കാർ ആ സൈഡിൽ പോകുമ്പോൾ ഒരു ജങ്കാർ ഈ സൈഡിൽ വിടുക. ആ കാണുന്നത് മറ്റേ ഫോർട്ട് കൊച്ചി കേട്ടോ. ഒരു ഫിഷിംഗ് ബോട്ടൊക്കെ ഉണ്ട്. ഇവിടെയും 2-3 ഫിഷിംഗ് ബോട്ടൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ കുറേ ചീനവലകളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറം കാണുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചാണ്. ഇവിടെ തന്നെ ഒരു കപ്പകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ചീനവല കേട്ടോ, ചീനവല ഇട്ടേക്കാണ് ഇവിടെ മൊത്തം. പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട്, കനോസ LP സ്കൂള്. ഇവിടെ ചേട്ടൻ മറ്റേ വലയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ മീൻ, ഇവിടെ നിന്ന് ചീനവലയിൽ നിന്ന് പിടിച്ച മീനൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ഇവിടെ തന്നെ. ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടൊക്കെ കിട്ടുമല്ലോ. ഇതാണ് ചീനവല. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഞങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ വാട്ടിങ് കേട്ടോ. കൊച്ചിയിലുള്ളവർക്കൊക്കെ സുഖമായിരിക്കും ജസ്റ്റ് വന്ന് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ആ കാണുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചാട്ടോ. ഇതിൽ മൊത്തം ഒരു 10-15 ചീനവലകളുണ്ട് കേട്ടോ. ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട്, വല അറിയുന്നുണ്ട്. ആൾക്കാരൊക്കെ വലയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റം വരെ പോയി നോക്കാം എന്താണ് കാഴ്ചകളെന്നാണല്ലോ. ആൾക്കാരൊക്കെ മറ്റേ വലയിടാനുള്ള വലയൊക്കെ തുന്നണെന്ന് തോന്നുന്നു, എന്തൊക്കെ ചെയ്യണേ. ഇവിടെ ഒരു കപ്പൽ പോകണ്ടിട്ടാ, നേവിയുടെ കപ്പലാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി കപ്പൽ. ഇതാണ്ടോ വൈപ്പിൻ ജെട്ടിയുടെ ചെറിയൊരു കാഴ്ച വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.